ഹായ്, ഇന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ദോശ ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കുന്നതല്ല. ഈ ദോശയാണ് സാധനം. അത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പം നിങ്ങൾ ഇതിപ്പോൾ എന്താ അത്രയെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. കാരണം ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഇനി അഥവാ ചെയ്യാത്തവരുണ്ടെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പം നോക്കാം. അപ്പോൾ ഞാൻ മാവ് കൊണ്ടുവന്നിട്ടുണ്ട്, ദോശമാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉഴുന്നും അരിയും ഒക്കെ ഇട്ടിട്ടല്ലേ ദോശമാവ് എടുക്കുന്നത്, അതേപോലെ മാവ് എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാൻ പോവാണ്. ക്യാരറ്റ്, സവോള, പിന്നെ പാലക്കാണ്. പാലക്ക് എന്ന് പറയുമ്പോൾ നല്ല സാധനമാണ്, സാധാരണ ചീരയല്ലല്ലോ. പാലക്ക് എന്ന് പറയുമ്പോൾ വേറൊരു ഐറ്റമാണ്. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടിട്ടുണ്ട്. ഈ തേങ്ങയും പാലക്കും ക്യാരറ്റും എന്നൊക്കെ പറയുമ്പോൾ നല്ല സാധനങ്ങളാണ്. നമുക്ക് ദേഹത്തേക്ക് നല്ലതാണ്, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും. ചില കുട്ടികൾക്ക് വെജിറ്റബിൾസൊക്കെ കഴിക്കാൻ മടിയുണ്ടാവും. അവർക്കൊക്കെ ഇങ്ങനെ വെജിറ്റബിൾസ് ഏതാണെങ്കിലും ഇതിലിട്ടിട്ട് ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും. അപ്പോൾ ഞാനതൊക്കെ ഇളക്കി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ന്യൂസാക്കി വന്നിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 കയ്യിൽ ഒഴിച്ചു. ഒന്നുകൂടി പരത്തി കൊണ്ടുള്ളൂ. ഊത്തപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ ഒരു തിക്നെസ്സിൽ ആണ് വരും. അല്ലാതെ നമുക്ക് മറ്റേ പോലെ ദോശ ഉണ്ടാക്കുന്ന പോലെ തിന്നായിട്ട് വരില്ല. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ദോശയുടെ കൂടെ നെയ്യ് ഒഴിക്കുമ്പോൾ അതിൻ്റേതായൊരു പ്രത്യേക മണവും ഒരു സ്വാദമൊക്കെ വേറെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഇപ്പോൾ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി ഒന്ന് മറിച്ചിടുക. ഇപ്പോൾ 2 സൈഡും ഒന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറിച്ചിട്ട് ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കാണാൻ ഭംഗിയുള്ള പോലെ തന്നെ കഴിക്കാനും നല്ല സ്വാദുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുത്ത് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഐറ്റംസ് എടുത്തിട്ടുള്ളൂ എന്ന് മാത്രം. ഇനി ഇതിൻ്റെ കൂടെ നല്ല ഒരു തേങ്ങാ ചമ്മന്തി, അതായത് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ ഇട്ട് അരച്ച് വന്ന ഒരു തേങ്ങാ ചമ്മന്തിയും കൂടി ഉണ്ടെങ്കിൽ സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. താങ്ക് യു.